കോൺഗ്രസിന്റെ പതനത്തിന് അഹോരാത്രം പ്രയത്നിക്കുകയാണ് ബി.ജെ.പി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുലിന് നേരെ കലിതുള്ളി മോദി എത്തിയത്. കോൺഗ്രസ് എന്ന കടയ്ക്ക് പൂട്ടുവീണിരിക്കുകയാണ്. കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് പ്രധാനമന്ത്രി കോൺഗ്രസിനെ ഈ രീതിയിൽ പരിഹസിച്ചത്. ഒരേ ഉൽപ്പന്നം വീണ്ടും വീണ്ടും അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കാരണം കോൺഗ്രസിന്റെ ദുഃഖാൻ, അതായത് കട പൂട്ടുകയാണെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും ലക്ഷ്യമിട്ട് പ്രതിപക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് ഉത്തരവാദി കോൺഗ്രസ് ആണെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു. അവർ പരാജയപ്പെട്ടു. മറ്റു പാർട്ടികളെയും പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. അവർ പാർലമെന്റിനെയും പ്രതിപക്ഷത്തെയും രാജ്യത്തെയും നശിപ്പിച്ചു. രാജ്യത്തിന് ശക്തമായ ഒരു പ്രതിപക്ഷം ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മാറി. പരിവാർവാദം മൂലമാണ് ഗുലാം നബി ആസാദ് പാർട്ടിയിൽ നിന്ന് മാറിയത്. പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. സീറ്റുകൾ മാറുന്നതിനായി പലരും ശ്രമിക്കുന്നുവെന്ന് മോദി അവകാശപ്പെട്ടു. ദീർഘകാലം പ്രതിപക്ഷത്ത് തുടരാനുള്ള പ്രതിപക്ഷത്തിന്റെ ദൃഢനിശ്ചയത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിക്കുന്ന അതേ രീതിയിൽ പൊതുജനങ്ങൾ നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. 2014 ഇന്ത്യ 11ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഇന്ന് ഇന്ത്യ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. എന്നിട്ടും കോൺഗ്രസ് നിശബ്ദരാണ്. അവർക്ക് സ്വപ്നം കാണാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഡൽഹിയിലെ കരോൾ ബാഗിലെ ബൈക്ക് റിപ്പയർ ഷോപ്പിൽ രാഹുൽ ഗാന്ധി നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് കോൺഗ്രസ് അടുത്തിടെ ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക്കിന്റെ ജോലി പഠിച്ചു. അതിനാൽ അലൈൻമെന്റ് എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ അലൈൻമെന്റ് തെറ്റി. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യ ബ്ലോക്കിലെ പ്രശ്നങ്ങളെ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. കുടുംബാധിപത്യ ആരോപണങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് സഹപ്രവർത്തകരായ രാജ്നാഥ് സിംഗിനെയും അമിത്ഷായെയും പ്രധാനമന്ത്രി പ്രതിരോധിച്ചു. രാജ്നാഥ് സിംഗിന്റെ മകൻ ഉത്തർപ്രദേശ് MLA ആണെങ്കിൽ ഷായുടെ മകൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറിയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഒരു കുടുംബം പാർട്ടി നടത്തുകയും ഒരു കുടുംബത്തിന് മുൻഗണന നൽകുകയും ചെയ്യുമ്പോൾ അതാണ് കുടുംബാധിപത്യം. രാജ്നാഥ് സിംഗും അമിത്ഷായും പാർട്ടി നടത്തുന്നില്ല. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബാധിപത്യ രാഷ്ട്രീയം ആശങ്കാജനകമാണെന്നും മോദി തുറന്നടിച്ചു. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ മോദി വല്ലാതെ ഭയക്കുന്നുണ്ടെന്ന്.